അരുണാലത്തൂർ കൂടി ചേരുന്നുണ്ട്. അരുണാലത്തൂർ ഇന്നൊരു ദിവസം മുഴുവൻ അവിടെ ഉണ്ടായിരുന്ന ആളാണ്. ഈ ഒടുവിൽ ലോറി ഉണ്ടെന്ന സ്ഥിരീകരണം വന്നു, അല്ലെങ്കിൽ ട്രക്ക് ഉണ്ടെന്ന സ്ഥിരീകരണം വന്നു. നോക്കൂ, ജയിച്ചതാര്, മനുഷ്യനോ ശാസ്ത്രമോ? കൃഷ്ണരാജ്, ഏതായാലും ശാസ്ത്രം ജയിച്ചു എന്ന് വേണമെങ്കിൽ പറയണം. കാരണം കൃത്യമായി തന്നെ ഈ റഡാർ സിഗ്നലും അതുപോലെ തന്നെ സോണാർ സിഗ്നലും ഒക്കെ നേരത്തെ കണ്ടെത്തിയിരുന്ന അതേ ഭാഗത്താണ് ഇപ്പോഴേതായാലും അർജുനൻ്റെ ലോറി ഉണ്ട് എന്നുള്ളതിലൊരു സ്ഥിരീകരണം ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ്. ഇനിയിപ്പോൾ നാളെ ആ ലോറി പുറത്തേക്ക് എടുക്കുന്നതാണ് ഏറ്റവും നിർണായകമായ കാര്യം. അതിനും അത്യാധുനികമായ യന്ത്ര സാമഗ്രികളും മറ്റുമൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള രക്ഷാപ്രവർത്തനം ദൗത്യമാണ് ഇനി നടക്കാനിരിക്കുന്നത്. അതിൽ തന്നെ വളരെ സാങ്കേതിക വിദ്യ, AI ഉൾപ്പെടെയുള്ള സാങ്കേതിക വിദ്യയൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഈ ഉപകരണങ്ങളാണ് നാളെ ഈ രക്ഷാ ദൗത്യത്തിന് വേണ്ടി രംഗത്തിറക്കാൻ പോകുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ തന്നെ അതിനു വേണ്ടിയുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യുകയാണ്. 11 മണിവരെ ഇതിന് വേണ്ട ഇനി എങ്ങനെയാണ് നാളെ ഇത് വർക്കൗട്ട് ചെയ്യേണ്ടത്, ഇതിൻ്റെ പ്ലാൻ എങ്ങനെയായിരിക്കണം എന്ന സംബന്ധിച്ച് കൃത്യമായി തന്നെ ഇപ്പോൾ ഇതിനുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനകളും മറ്റുമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. റിവർ ബെഡ് ഒരുക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ അതൊക്കെ എങ്ങനെ വേണം. ഒപ്പം തന്നെ ഇന്ന് ഈ ഒരു രക്ഷാ ദൗത്യത്തിൽ നമുക്ക് വളരെ നിർണായകമായത് എന്ന് പറയുന്നത് അത് ബൂം ലെങ്ത് എക്സ്കവേറ്റർ എന്ന ഒരു യന്ത്ര സാമഗ്രി തന്നെയാണ്. മുൻപ് ഏതാനും JCB മണ്ണുമാന്തി യന്ത്രങ്ങളും മറ്റുമൊക്കെ ഉപയോഗിച്ച് മാത്രമാണ് തിരച്ചിൽ നടത്തിയിരുന്നത് എങ്കിൽ ഇന്നാണ് ആ ഒരു ബൂം ലെങ്ത് എക്സ്കവേറ്റർ കൊണ്ടുവന്നത്. 20 അടിയോളം ദൂരത്തിലേക്ക് സഞ്ചരിച്ച് അതിൻ്റെ ആ ബക്കറ്റ് ഉപയോഗിച്ചുകൊണ്ട് മണ്ണുമാന്തിയും മറ്റും ഉപയോഗിക്കാൻ കഴിയുന്ന തരത്തിലുള്ളതാണ് ഈ ബൂം ലെങ്ത് എക്സ്കവേറ്റർ എന്നുള്ളതാണ്. ഇന്ന് രാവിലെ മുതൽ തന്നെ നമ്മൾ ജനം TV-യിലൂടെ പ്രേക്ഷകരോട് പറഞ്ഞിരുന്നു. ഈ ബൂം ലെങ്ത് എക്സ്കവേറ്റർ എന്നുള്ളത് കൃത്യമായിട്ട് തന്നെ ലക്ഷ്മണൻ്റെ ചായക്കട നിന്നിരുന്ന ആ ഭാഗത്ത് നിന്നും ആ ഭാഗത്തെ റോഡിൽ നിന്നും പുഴയിലേക്ക് ചരിഞ്ഞിരിക്കുന്ന ഒരു ചതുപ്പ് പോലെ, അതായത് ഈ മണ്ണിടിഞ്ഞ് വന്ന് പുഴയിലേക്ക് സ്ലോപ്പ് പോലെയുള്ള ഒരു ഭാഗമുണ്ട്. ആ ഭാഗം കേന്ദ്രീകരിച്ചാണ് ഇവർ കൂടുതലും അവിടെ തിരച്ചിൽ നടത്തുന്നത് എന്ന് നമ്മൾ എടുത്തെടുത്ത് പറഞ്ഞിരുന്നു. ഏതായാലും നമ്മൾ പറഞ്ഞ ആ ഒരു ഭാഗം അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഇടമായി മാറിയിരിക്കുന്നു എന്ന് വേണം പറയാൻ. കാരണം ആ ബൂം ലെങ്ത് എക്സ്കവേറ്റർ ഉപയോഗിച്ച് അയ്യപ്പൻ്റെ ആ ഒരു ലക്ഷ്മണൻ്റെ കടയും മറ്റും കേന്ദ്രീകരിച്ച് ആ ഭാഗത്ത് ഉപയോഗിച്ച് നടത്തിയ തിരച്ചിൽ അതേതായാലും ഇപ്പോൾ ഈ രക്ഷാ ദൗത്യത്തിൽ വളരെ നിർണായകമായ വിവരം അതിലൂടെ പുറത്തു വന്നിരിക്കുന്നു. അവിടെയാണ് അർജുനൻ്റെ ലോറി ഉള്ളത്, കണ്ടെയ്നർ ഉള്ളത് എന്നുള്ള കാര്യമാണ് ഏതായാലും കണ്ടെത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. അതേസമയം തന്നെ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഈ നാവികസേനയൊക്കെ കുറേ ദിവസമായി ഇങ്ങനെ തിരച്ചിൽ നടത്തുന്നു. പലതരത്തിലുള്ള തിരച്ചിലും പരിശോധനകളൊക്കെ നടത്തുന്ന ആ ഒരു വേളയിൽ പലരും ചിലപ്പോൾ വിമർശനമായിട്ട് പോലും പറഞ്ഞിരുന്നു, ഇവരെന്താണ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന തരത്തിലൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ ആ സൈന്യത്തിന് കൃത്യമായി തന്നെ ഒരു പദ്ധതി ഉണ്ടായിരുന്നു. അവർ 2 ഇടങ്ങളിൽ ലോഹ സാന്നിധ്യം കണ്ടെത്തിയിരുന്നു എന്നുള്ളതാണ്. ആ 2 ഇടങ്ങളിലെ ഒരു ഭാഗത്ത് വലിയ രീതിയിൽ മണ്ണിനടിയിൽ ഒരു വലിയ ലോഹ സാന്നിധ്യം ഉണ്ട് എന്നുള്ളതാണ് 2 പരിശോധനകളിൽ കണ്ടെത്തിയത്. അതായത് റഡാർ പരിശോധനയിലാണെങ്കിലും സോണാർ പരിശോധനയിലാണെങ്കിലും കണ്ടെത്തിയത് അവിടെ ഒരു വലിയ ലോഹ സാന്നിധ്യം ഉണ്ട് എന്നുള്ളതാണ്. പക്ഷേ മുൻപ് റഡാർ പരിശോധനയിലൊക്കെ ഈ കൃത്യമായ വിവരം ലഭിക്കാത്തത് പലപ്പോഴും നിരാശാജനകമായിരുന്നു. കാരണം ഈ മലയുടെ ചെരിഞ്ഞ ഭാഗത്തൊക്കെ 4 ഭാഗങ്ങളോളം മാർക്ക് ചെയ്തൊക്കെ പരിശോധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ പരിശോധന പൂർത്തിയായപ്പോൾ അവിടെ ഒന്നും കാണാൻ കഴിഞ്ഞില്ല. അത് ഈ എക്കൽ മണ്ണായതുകൊണ്ട് തന്നെ ആ മണ്ണിലുണ്ടായിരുന്ന ഇരുമ്പിൻ്റെ അംശമാണ് അവിടെ ഈ റഡാർ പരിശോധനയിൽ ഇങ്ങനെ അവിടെ ലോഹ സാന്നിധ്യം കാണിച്ചു തന്നത് എന്ന തരത്തിൽ പറഞ്ഞിരുന്നു. പക്ഷേ ഇത്തവണ ഏതായാലും ഈ റഡാറും സോണാറും ഒരേപോലെ ഒരു ഭാഗത്ത് ലോഹ സാന്നിധ്യം ഉണ്ടെന്ന് കണ്ടെത്തുന്നു. അത് കഴിഞ്ഞ ദിവസം തന്നെ, അതായത് ഇന്നലെ തന്നെ അത് പുറത്തു വന്നിരുന്നു. പക്ഷേ അത് സംബന്ധിച്ച് അത് അർജുനൻ്റെ വാഹനം തന്നെയാണോ എന്നതിലൊന്നും സൈനിക വൃത്തങ്ങളിൽ നിന്നൊരു സ്ഥിരീകരണം ലഭിച്ചിരുന്നില്ല. നമ്മൾ അവരുമായി സംസാരിച്ചപ്പോൾ പോലും പറഞ്ഞിരുന്നത് ചിലപ്പോൾ അവിടുത്തെ ടവർ ആയിരിക്കാം, ഈ ഒരു ടവർ അവിടെ മറിഞ്ഞു കിടക്കുന്നതൊക്കെയായിട്ട് നമ്മൾ നേരത്തെ തന്നെ ദൃശ്യങ്ങളിൽ കാണിച്ചിരുന്നു. അതുപോലെ ഒരു ടവർ ഇതിന് അടിയിൽ കിടക്കുന്നതായിരിക്കാം എന്ന തരത്തിലായിരുന്നു അവർ ആ സമയത്തൊക്കെ പറഞ്ഞിരുന്നത്. പക്ഷേ അവർ അതിൽ മറ്റൊരു സാധ്യതയായി പറഞ്ഞത് ചിലപ്പോൾ ഇത് അർജുനന്റെ ലോറി ആയിരിക്കാം, കണ്ടെയ്നർ ആയിരിക്കാം എന്നുള്ള ആ ഒരു സാധ്യതയും അവർ കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞിരുന്നു. ഏതായാലും ആ സാധ്യതകളൊക്കെ സ്ഥിരീകരിക്കുന്ന തരത്തിലാണ് അത് ആ ഒരു കണ്ടെയ്നർ ആണ്, ലോറി ആണ് എന്ന തരത്തിലുള്ള സ്ഥിരീകരണം ഈ നാവികസേനയുമായി ബന്ധപ്പെട്ട വൃത്തങ്ങളിൽ നിന്ന് തന്നെ അത് ആദ്യമായി പുറത്തു വരുന്നു. കൊച്ചിയിൽ നിന്നാണ് ആ ഒരു വിവരം ആദ്യമായിട്ട് പുറത്തേക്ക് വരുന്നത്. ഏതായാലും ഇനിയിപ്പോൾ ഇത് പുറത്തേക്ക് എടുക്കുന്ന ആ ഒരു ദൗത്യമാണ്. ആ ദൗത്യം ഒരു നിസാര ദൗത്യമല്ല. ഇത്രയും ദിവസം നമ്മൾ എന്തിനു വേണ്ടിയാണോ പരിശ്രമിച്ചത് ആ
ആ പരിശ്രമത്തിന്റെ ഏറ്റവും അവസാന ഘട്ടമാണ്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ നിരന്തരം പറഞ്ഞിരുന്നു ഓരോ ദിവസവും നിർണായകമാണെന്ന്. കാരണം ഓരോ ദിവസത്തിലും പല തരത്തിലുള്ള പരിശോധനകളും മറ്റുമൊക്കെ ആയിരുന്നു നടത്തിയിരുന്നത്. ആദ്യഘട്ടത്തിലൊക്കെ ഈ കർണാടക സർക്കാരിന്റെ ഭാഗത്തു നിന്ന് കൃത്യമായി ഈ രക്ഷാപ്രവർത്തനം നടത്താതെ വലിയ വീഴ്ചകളൊക്കെ ഉണ്ടായെങ്കിൽ പോലും പിന്നീട് കേരളത്തിലെ മാധ്യമങ്ങളും മറ്റും അത് ഏറ്റുപിടിക്കുകയും മറ്റും ചെയ്തതോടുകൂടെ തന്നെ വലിയ രീതിയിലുള്ള ശ്രദ്ധ ഈ വിഷയത്തിലേക്ക് നാളെ ഒരു ദിവസം ഏതായാലും വളരെ നിർണായകമാണ്. റിട്ടയർഡ് മേജർ ഇന്ദ്രബാലന്റെ നേതൃത്വത്തിലുള്ള സംഘം തെരച്ചിൽ നടത്തും. അദ്ദേഹം നേരത്തെ കേണൽ എസ് ഡിന്നി പറഞ്ഞതുപോലെ കൃത്യമായ തിടുക്കം കാട്ടാതെ കൃത്യമായ സ്ഥിരീകരണം നടത്താനാകും അദ്ദേഹം ശ്രമിക്കുക. കാരണം അദ്ദേഹം അത്രയേറെ സീനിയറായ ഒരാളാണ്. അദ്ദേഹം ഈ അർജുൻ്റേതെന്ന് സ്ഥിരീകരിക്കപ്പെട്ട ട്രക്ക് അർജുൻ്റേതെന്ന് തന്നെയെന്ന് ഉറപ്പിക്കൽ അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്വമായിരിക്കും. അതിനുശേഷമായിരിക്കും അദ്ദേഹം ഈ ട്രക്ക് മുകളിലേക്ക് ഉയർത്താനുള്ള ശ്രമങ്ങൾക്ക് നേതൃത്വം കൊടുക്കുക. നാളെ പരിശോധനയ്ക്കായിട്ട് ഡ്രോണുകൾ എത്തിക്കും എന്നറിയുന്നുണ്ട്. ആഴങ്ങളിൽ വീണ വസ്തുക്കൾ കണ്ടെത്താനുള്ള റഡാർ പരിശോധന വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അതും നാളെ കേന്ദ്രീകരിച്ചായിരിക്കും മുന്നോട്ട് പോവുക എന്നറിയുന്നു.